കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ, അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പാടുവീടുകളെ ഈശോയെ മണിക്കൂറുകളിൽ ഞങ്ങൾ ഓർക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം അരുളിയല്ലോ, മനുഷ്യൻ്റേതുപോലെ ഒരു രൂപമായിരുന്നില്ല അവൻ്റേത്. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം പാടുപീഡകളാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ശരീരത്തിലേറ്റത്. കർത്താവെ, എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾ ഈ മണിക്കൂറുകളിൽ തിരിച്ചറിയുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ചെയ്തു കൂട്ടിയ പാപത്തിന് ശമ്പളമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുവല്ലോ. ആ ശമ്പളവും അങ്ങാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പാപത്തിന് ശമ്പളമുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന്. ദൈവമേ, പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പാപം ഞങ്ങളെ വേട്ടയാടും എന്നും തിരുവചനം പഠിപ്പിക്കുന്നുവല്ലോ. അതിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കാനും അടിമത്തത്തിൻ്റെ നുക ഞങ്ങളിൽ തകർക്കുവാനുമാണ് ഞങ്ങൾക്ക് വേണ്ടി നീ ഇത്രമാത്രം പീഡയേറ്റത്. വിശുദ്ധ ബ്രിജീത്തായിലൂടെ നീ ഇപ്രകാരം ദർശനത്തിൽ അരുളി ചെയ്തല്ലോ, ഞാൻ നിനക്ക് വേണ്ടി മോളെ 5480 ചെമ്മട്ടി അടികളാണ് ഏറ്റത്. ഈശോയെ, ഇത്രമാത്രം ഞങ്ങളെ നീ സ്നേഹിച്ചു. ഈ വലിയ സ്നേഹത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും, ഈ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരുകയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുമാണ് കർത്താവെ പ്രമാണങ്ങൾ ലംഘിച്ചത്. ഞങ്ങൾ കൊള്ളേണ്ട അടിയാണ് ദൈവമേ അങ്ങ് ഏറ്റെടുത്തത്. ഞങ്ങൾ കൊള്ളേണ്ട പാടുവീടുകളും വേദനകളും അതിക്രൂരമായ പീഡനങ്ങളുമാണ് കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തത്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ നരകത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ നരകത്തിൻ്റെ കുഴിയിൽ വീണു പോകാതിരിക്കാനാണ്. നരകമില്ലായിരുന്നുവെങ്കിൽ നരകതുല്യമായ വേദന അനുഭവിച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരത്തില്ലായിരുന്നു. ഇത്രമാത്രം വേദന അനുഭവിക്കാൻ നരകമില്ലായിരുന്നുവെങ്കിൽ നീ കടന്നു വരികയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഫാത്തിമയിൽ മാതാവ് 3 മക്കൾക്ക് ദർശനം കാണിച്ചു കൊടുത്തപ്പോൾ, നരക ദർശനം കാണിച്ചു കൊടുത്തപ്പോൾ ഈ 3 മക്കളോടും പരിശുദ്ധ അമ്മ പറഞ്ഞുവല്ലോ, നിങ്ങളുടെ ആത്മാക്കൾ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല, നിങ്ങളുടെ ആത്മാവ് നിത്യമായും സ്വർഗത്തിൽ എത്തിച്ചേരും എന്ന ഉറപ്പ് നൽകിയതിന് ശേഷമാണല്ലോ അമ്മ നരകദർശനം ഫാത്തിമയിലെ മക്കൾക്ക് കാണിച്ചു കൊടുത്തത്. അപ്രകാരം അവർ നരകദർശനം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്ന വാക്കിതാണ്, അമ്മ ഞങ്ങളോട് അത്രമാത്രം ഉറപ്പ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ആത്മാവ് നരകത്തിൽ പോവുകയില്ല എന്ന്, സ്വർഗത്തിൽ നിങ്ങളുടെ ആത്മാവ് നിശ്ചയമായും എത്തിച്ചേരുമെന്ന് അമ്മ ഞങ്ങളോട് അത്രമാത്രം ഉറപ്പ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ നരകദർശനം കണ്ട ആദ്യ നിമിഷം തന്നെ ഞങ്ങൾ മരിച്ചു വീണേനെ എന്ന്, ഈ ഭൂമിയിൽ ഞങ്ങൾ മരിച്ചു വീണേനെ എന്ന്. അത്രമാത്രം ഭയാനകമാണ്, അത്രമാത്രം അഗ്നിയാണ് നരകത്തിലെ തീയെന്ന് ഈ നരകദർശനം കണ്ട മക്കള് വെളിപ്പെടുത്തുന്നു. കർത്താവേ, ഇതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാനാണ് നീ കടന്നു വന്നതെന്ന് തിരിച്ചറിയുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ബോധ്യം ഉണ്ടാവട്ടെ, യുവതി യുവാക്കന്മാരിൽ ബോധ്യം ഉണ്ടാവട്ടെ, കുഞ്ഞുമക്കളിൽ ബോധ്യം ഉണ്ടാവട്ടെ നരകമെന്ന വലിയ സത്യത്തെക്കുറിച്ച്. അതിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വേദന അനുഭവിച്ച് നഗ്നനായി തീർന്നത്, പീഡയേറ്റത്, മുറിവുകളേറ്റത്, അടികളേറ്റതെന്ന വലിയ അവബോധത്തോടെ ഈ ഗാനത്തോടൊപ്പം ഈശോയെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം,
ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗ ദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ആണിയേക്കാൾ കഠോരവേദനയേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്കുമുൾമുടി മെനഞ്ഞു ഞാൻ. ക്രൂശിത ക്ഷമിക്കൂ, ക്രൂശിത ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ. മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തു പോയി. നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നു പോയി. യേശുവേ കനിയൂ, യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേയെന്നും എൻ ജീവനിൽ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം.
കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥാ നീ മാത്രം കാത്തിരുന്നിതു വരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗ ദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ആ ദരനനാന താനിനാര താനാ താനൈര തനനാരി തരനനാരി. നാഥാ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. നാഥാ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. നാഥാ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. ഇസ്രായേലിൻ്റെ രക്ഷകനായ, ഇസ്രായേലിൻ്റെ പ്രകാശമായ നല്ല ദൈവമേ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ മനുഷ്യനെ സഹായിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ കാണുന്നത്. എവിടെയെല്ലാം മനുഷ്യൻ പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നോ, എവിടെയെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിബന്ധങ്ങളും ചെങ്കടല് പോലെ ഉയർന്നു നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ കരം വന്ന് അവൻ്റെ പ്രതിസന്ധിയിൽ, അവൻ്റെ ബന്ധനാവസ്ഥയിലെ കടന്നു വന്ന് അവയെ തകർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ കർത്താവെ തിരുവചനങ്ങളിൽ ഉടനീളം ഞങ്ങൾ കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ സാംസനെ ഒരു കയറ് വരിഞ്ഞു മുറുക്കി. ആ കയറ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കരിഞ്ഞ ചണനൂല് പോലെയായി തീർന്നു എന്ന തിരുവചനത്തെ ഞങ്ങൾ കാണുന്നു. ദൈവത്തിൻ്റെ ശക്തി സാംസനെ ബന്ധിച്ച കയറിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ പ്രതിബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് തകർത്തെറിഞ്ഞുവെന്ന് തിരുവചനത്തെ ഞങ്ങൾ കാണുന്നുവല്ലോ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായകമായി നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈശോയെ അനേകരെ ബന്ധിച്ചിരിക്കുന്നു. പല പല മേഖലകളിൽ, പല പല തടസ്സങ്ങളിൽ, തഴക്കദോഷങ്ങളിൽ, പാപത്തിൽ ദൈവമേ ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. അവയിലേക്ക് നിന്റെ അത്ഭുതകരമായ ശക്തി ഈ മണിക്കൂറുകളിൽ നീ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ ഒരിടത്തും ദൈവം സമയത്തിന് മുൻപ് ഇടപെടുന്നതോ സമയം കഴിഞ്ഞ് ഇടപെടുന്നതോ നമ്മൾ കാണുന്നില്ല. തക്ക സമയത്ത് ഇടപെടുന്ന ദൈവത്തെയാണ് ബൈബിളിൽ ഉടനീളം കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കരങ്ങൾ ഉയർത്തി വെട്ടാനായിട്ട് ഒരുങ്ങുമ്പോൾ അപ്പോഴാണ് ദൈവം വിളിക്കുന്നത്. മോശ ഇസ്രായേൽ ജനത്തെയുമായിട്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന ഈ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വരുമ്പോൾ മുൻപില് ചെങ്കടല്, പിറകില് ഫറവോയുടെ സൈന്യം. ആ സമയത്ത് ദൈവം മോശയ്ക്ക് പ്രചോദനം നൽകി. മോശ മുൻപോട്ട് നീങ്ങുകയാണ്. ചെങ്കടലിന് അഭിമുഖമായി ചെങ്കടൽ കണ്ടുകൊണ്ട് മോശ മുൻപോട്ട് നീങ്ങുന്നു.
ദൈവം പ്രവർത്തിക്കും, തക്ക സമയത്തിൻ്റെ ദൈവം ഇടപെടുമെന്നുള്ള മോശയുടെ വലിയ പ്രത്യാശ ഇവിടെ കാണുന്നു കർത്താവെ. ഇതുപോലെ ദൈവമേ, മോശ മുൻപോട്ട് നടന്നു നീങ്ങിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവമേ, അങ്ങയുടെ അരികിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യാ പ്രവചനം 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കും, പിച്ചളവാതിൽ തകർക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്കായിട്ട് തുറന്നിട്ട് തരും. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തകർത്തെറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പിശാച് അടച്ചു വെച്ചിരിക്കുന്ന നിധികളും രഹസ്യ ധനശേഖരവും എൻ്റെ ദൈവം തകർത്ത് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അതിലേക്ക് കടന്നു വന്ന് അനുഗ്രഹത്തിൻ്റെ മേഖലകൾ അടച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മേഖലകൾ തകർത്തെറിഞ്ഞ് എൻ്റെ ദൈവം കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിധികൾ എൻ്റെ ദൈവം എനിക്ക് നേടിത്തരും. ഈ വലിയ പ്രത്യാശ കർത്താവെ ഞങ്ങൾക്ക് ഈ മണിക്കൂറുകളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വലിയ സഹായം ഈ മണിക്കൂറുകളിൽ തേടിക്കൊണ്ട് നിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ബന്ധനാവസ്ഥയിലും പ്രതിസന്ധിയിലേക്കും ഇറങ്ങി വരുവാൻ നീ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഗാനത്തോടൊപ്പം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു.